3 പേരെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഒരുത്തി ഇവിടെയുണ്ട്, ബാക്കി 2 ബോസ് ഇവർക്കൊപ്പം ഹോം സ്റ്റേയിൽ കെട്ടിയിട്ടതായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടു പോയി ബോസ്. Once on demand, sin, always on demand. For joining, call 9508080808. വേറെന്തെങ്കിലും ഒരു ഐഡിയ കാണണം. ഓ, ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. ഹലോ ഹലോ, ആ നിങ്ങളെയല്ല, അയാളെ നിന്നെയോ? നിങ്ങള് തന്നെയാ ബോസേ. വരൂ ബോസേ. ഇവനെയൊക്കെ ബോസ് എന്ന് വിളിക്കേണ്ട ഗതികേട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. വിശന്നാ പുലി പുല്ലും തിന്നണ്ടേ. എന്താടാ നിനക്ക് ഒന്നിന് പോണോ? എന്താടാ ഇവൻ എന്തായി പറയുന്നു? പറയടാ. എന്താടാ? എന്തൊരു നാറ്റ. അവള് നിന്റെ ആരായിട്ട് വരും? അവളെ പറ്റി ചോദിക്കാൻ നീ ആരാ? സംസാരിക്കുമ്പോഴേ കത്തിയെടുത്തത് കൊണ്ട് ചോദിച്ചതാ. പേടിയാവുന്നു. ഭയമുള്ളോണ്ടല്ലേ കത്തി വെച്ചോണ്ടിരിക്കുന്നേ. കത്തി കൊണ്ടാണോ ഇവന്മാരൊക്കെ ജനിച്ചത്? എടേ, പേടിപ്പിക്കാനാണ് കത്തിയെങ്കിലും ഓക്കെ, ബ്ലഡ് എടുക്കാനും കത്തിയാണോടാ ഉപയോഗിക്കുക? എനിക്കിപ്പോ മനസ്സിലായടാ, നീയൊക്കെ വെറും ഡമ്മി ഡോക്ടർ അല്ലടാ. ഏയ്, നീ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അടങ്ങിയിരിക്കാനല്ലേ പറഞ്ഞത്? ദാമു, ഇവനെ കൊണ്ടുപോയി ആ ഇരുട്ട് മുറിയിൽ അങ്ങനെ അടച്ചു വെക്ക. അതെ, കഴിക്കാൻ വല്ലതും കിട്ടുമോന്ന് ചോദിക്കാൻ നോക്കിയതാ, പക്ഷെ ടോപ്പിക് ചേഞ്ച് ആയി വേറെ എവിടേക്കോ എത്തിപ്പോയതാ. പ്ലീസ്, വിശന്നിട്ട് വയ്യ, വല്ലതും കഴിക്കാൻ തരുവോ? നീ എന്താണ് ഇവിടെ വിരുന്നിന് വന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്? പിസയും ബർഗറുമാണോ ചോദിച്ചത്? അടുക്കളയിൽ വല്ലതും കഴിക്കാൻ ഇരിപ്പുണ്ടാവും, വല്ലതും കഴിച്ച് ജീവിച്ചോട്ടെ. ഞങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തല്ലാൻ പറ്റൂ. ഞങ്ങൾക്കും ഫുഡ് വേണം. അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? അവര് പറയുന്ന ഫുഡ് പോയി എടുത്തിട്ട് വാ. ഓടാ. നിർത്ത്. ദാമു, ഇവന്മാർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവര് രണ്ടുപേരും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോ, അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോന്ന് നോക്കിട്ട് വാ. എന്തുവാ മാഡം വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത്? പിസയും ബർഗറുമാണോ? അതിനിവിടെ അതൊന്നും കിട്ടില്ലല്ലോ. ചുമ്മാ കളി പറഞ്ഞതാ. ഓർത്തു കളയും. ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല, അവിടെ ഒന്നുമില്ല. എന്തേ, അവിടെ ഒന്നും കിട്ടിയില്ലേ? വായടിച്ചിരിക്കാനല്ലേ പറഞ്ഞത്? ദാമു, നീ ഇവിടെ നിക്ക്, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കിട്ട് വരാം. ഓക്കെ. തുണയ്ക്ക് നിനക്കും ഒന്ന് പോയിക്കൂടെ? ഒരു സഹായമല്ലേ? കള്ളൻ. എനിക്കും കുടിക്കാൻ വെള്ളം വേണം. നിന്റെ മോന്തയ്ക്ക് വെള്ളം വേണോ? അല്ലടാ, വെള്ളത്തിന്റെ ബോട്ടിൽ ഇവിടെയാണല്ലോ ഇരുന്നത്. ഇപ്പൊ അവിടെ പോയി എടോ, ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇവിടെ തന്നെയാണോ വെച്ചത്? ആ ദേ ഇരിക്കുന്നു. ഇതിലൊന്നുമില്ലല്ലോ, പോയി എടുത്തിട്ട് വരാം. ആ ചെല്ല്. എടാ ബബ്ലു, സമയമില്ല, പെട്ടെന്ന് ചെയ്യ്, വേഗം. ഇഞ്ചു, ഇഞ്ചു, പെട്ടെന്ന് വാ. അവർ പുറത്തുനിന്ന് പൂട്ടി പോയിരിക്കുക. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒന്നുകൂടെ വലിച്ചു തുറന്നു നോക്ക്. ആ ഓക്കേ. വേഗം വേഗം ആവട്ടെ. ഡോർ വലിക്കേ. കാർത്തി, ഞങ്ങൾ തുറന്നു. എന്നാ പിന്നെ വേഗം വാ. ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് എന്നെ വിളിക്കാം. ഓക്കെ? നീ എന്താ അവിടെ നിൽക്കുന്നത്? കെട്ടഴിച്ചു വിട്. ഇഞ്ചു, ഒന്ന് വേഗം വാ. വേഗം വേഗം അഴിച്ചുവിട്, സമയമില്ല. വേഗം വേഗം വലിയ പ്രശ്നമാകും. വേഗം ഒന്ന് വേഗം അഴിച്ചുവിട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അഴിച്ചുവിട്. ഏയ്, നീ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അവൻ വന്നു. വേഗം ഓടിക്കോ, വേഗം.
വേഗം പോ. പോ, 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 പോ. ബബ്ലി, നീ റൂമിലേക്ക് പോ. അയ്യോ അയ്യോ വരുന്നു. എന്തോ സൗണ്ട് കേട്ട പോലെ ഉണ്ടല്ലോ. ഇവനെന്തിനാ ടെൻഷനായിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തോ ഉണ്ട്. എങ്ങോട്ടാ പോകുന്നേ? വെള്ളം തന്നിട്ട് പോ. നിന്നോടാ ചോദിച്ചേ. ഇങ്ങോട്ട് വേടാ. നിനക്കെന്താ വട്ടായോ? ആരും ഇല്ലല്ലോ. ഓ ഇന്ദു, ഇപ്പൊ എന്തിനാ വന്നേ? അവൻ കാണും. വേഗം ഒഴിച്ചോട്, വേഗം ഒഴിച്ചോട്. നോക്ക്, വേഗം ഒഴിക്കും. പൊയ്ക്കോ പൊയ്ക്കോ, അവൻ വരുന്നുണ്ട്. എന്താ രക്ഷപ്പെടാൻ വല്ല ഉദ്ദേശമുണ്ടോ? പറയടാ. കുടിക്കാൻ കുറച്ച് വെള്ളം തടാ. ചുമ്മാ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ദീക്ഷര ഇതുവരെ വന്നില്ല. എന്ത്? ആ പെണ്ണ് ഇതുവരെ വന്നില്ലേ? ഏയ് വെള്ളം താടാ. ദാ, വെള്ളം തടാ. എടാ കുടിക്കാൻ വെള്ളം തടാ. എന്തോ രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പല്ലേ? തന്നിട്ട് പോ. എടാ. ഒരു പെണ്ണ് എസ്കേപ്പ് ആയി. ആരാ ലോക്ക് ചെയ്ത്? ബബ്ലി പെട്ടെന്ന് വാ. ആരാ ലോക്ക് ചെയ്തു? ബബ്ലി, വാ, വാ, വാ. വേഗം വാ. അഴിച്ചുവിട്, അഴിച്ചുവിട്. വേഗം അഴിച്ചുവിട്. വേഗം, വേഗം. രാമു, ആരുടെ വാതിലടച്ചത്? എനിക്കൊന്നും അറിയില്ല. കഥ തുറക്ക്. Come on, come on, come on. വേഗം, വേഗം. ആരാ ഈ കഥ ലോക്ക് ചെയ്ത്? വാ, 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 വാ. വേഗം, വേഗം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് ഒന്നും അറിയില്ല. ബബ്ലു, വാ, പോ. ഓടിക്കോ. ഓടിക്കോ. ഇവിടെ ആരുമില്ല. വാ പോ. വാ, 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 വാ. വേഗം വാ. ഏയ്, ഏയ്, നീ എങ്ങോട്ടാ പോകുന്നേ? എടാ, കാർത്തി. കാർത്തി, എന്താ പറ്റിയെന്ന്? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ വരാം. ഓ, ഇവനൊക്കെ നീ നശിപ്പിക്കുമല്ലോ. എന്താ ചെയ്യുന്നേ? എടാ, നിക്കടാ അവിടെ. അവനെ വിട്ടേക്കടാ. അവൻ എവിടെ കിടന്ന് ചാവട്ടെ. കാർത്തി, അവനാ എല്ലാത്തിനും കാരണം. പാടാ പോവാം. അവരുടെ കൈപ്പെട്ട നമ്മളെ കൊല്ലും. എങ്ങനെങ്കിലും തുറക്ക്. നിന്നെ പോലെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്താ നീയും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. വിശ്വസിച്ചടാ. എല്ലാരെക്കാളും നിന്നെ ഞാൻ വിശ്വസിച്ചു. അത് നീ മിസ്യൂസ് ചെയ്തു. അതും ഞാൻ മറന്നു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. കാർത്തി പറയുന്നത് കേക്ക്. അവരൊക്കെ വരും. വേഗം വരാൻ. എടാ, അവന്മാരിപ്പോ ഇങ്ങ് വരും. വേഗം വാടാ. ഏയ്, വാ, പോ, വാ, വാ, വേഗം. വേഗം വാ. ഏയ്, നിക്ക്, നിക്ക്, നിക്ക്. ഇതില് വാ, ഇതില് വാ. വാ, 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 വാ. വാ, വേഗം വാ. വാ. എടാ, കാർത്തി, പേടിക്കണ്ട, വാ. ഇതിലേ പോ. വാ, വാ, വാ. വാ, വാ. എന്താ ബോസ് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ? ഇവരൊക്കെ എവിടെ? നമ്മൾ ആളുകൾ ആദ്യം കാണുന്നില്ലല്ലോ. അയ്യോ ബോസ് വന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ എവിടെയാ? ദാ, എടാ, നീ ആദ്യം പോയി നോക്ക്. Yes, boss. നീ ഈ വഴിക്ക് പോ. യെസ് ബോസ്. ദാമു, ശോഭിത, എന്ത് പറ്റി? എല്ലാരും ഇവിടെ പോയി. പൂട്ടിട്ടിട്ട് രക്ഷപ്പെട്ടു. ബോസിന്റെ അടുത്ത് പോവാം. എടാ ദാമു, ബോസ് എവിടെ? ബോസ് കെട്ടി വെച്ചിരുന്നവരൊക്കെ എവിടെ? നമ്മൾ കെട്ടിയിട്ട ആളുകളെല്ലാം രക്ഷപ്പെട്ടു. അയ്യോ, ഇവിടെ എന്താ സംഭവിച്ചേ? എങ്ങനെ രക്ഷപ്പെട്ടു?
വിഡ്ഢികളെ, നിങ്ങളെ ഞാൻ വിശ്വസിച്ചല്ലോ. ഓരോരുത്തരും ഞാൻ പോയി അന്വേഷിക്കണോടാ. വെള്ളം കേട്ടു, വെള്ളം എടുക്കാൻ പോയപ്പോ അവരെല്ലാരും പോയി. വേറെ ആരോ എന്നെ തള്ളി ലോക്ക് ചെയ്തിട്ട് പോയി. ഇത് പറയാൻ നിനക്ക് നാണമില്ലടാ. എത്ര തെളിച്ച് പറഞ്ഞതാ, എല്ലാം നാശമാക്കിയടാ. നിന്നെ വിശ്വസിച്ചല്ലടാ ഞാൻ പോയത്. ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും അവരെ? ആരെങ്കിലും ഒരാൾ പോലീസിന്റെ അടുത്തേക്ക് ചെന്നാ? ആ, ഇവരൊക്കെ എവിടെയാ പോയത്? മേളിൽ പോയി നോക്കാം. അമ്മേ, ആ വാതിലിന്റെ അടുത്ത് പോയി കാവലിരി. യെസ് ബോസ്. നീ ആ വാതിലിന്റെ അടുത്ത് നായെ പോലെ ഇരിക്കണം അവിടെ. ശരി ബോസ്. ഇനി ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. ഓക്കെ ബോസ്. അവരെല്ലാവരും ഇവിടെ തന്നെ എവിടെ ഉണ്ട്. വാടാ. രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. വാടാ പോവാം. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയോ നീ? പറയടി, കൊണ്ടുപോയിടെ. രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നുകളയും ഞാൻ. കൊണ്ടുപാടാ ഇവളെ. എവിടെയും കാണുന്നില്ലല്ലോ. എടാ മച്ചാനെ, ഐ എം വെരി സോറിടാ. പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ആഗ്രഹത്തില് ഞാൻ ഇങ്ങനെ ചെയ്തു. നാവടക്കടാ. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് അവസാനം മാപ്പെന്ന് പറഞ്ഞാ ഒക്കെ ശരിയാവോടാ. എടാ ബബ്ലു, മിണ്ടായിരിക്കെ. എങ്ങനെ മിണ്ടാതിരിക്കും കാർത്തി? പെണ്ണുങ്ങളെല്ലാം വിട്ടു കളഞ്ഞിട്ട് നീ പോന്ന് പറയുന്നില്ലേ? അവൻ ആരാ? അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ ഇല്ലേ ഇവൻ? ഇവൻ എങ്ങനെയുണ്ട്? വഴക്കുണ്ടാക്കാതെ വേദ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. വേദ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവളെ ഹോം സ്റ്റേയിൽ എത്താൻ സാധ്യതയുണ്ട്. നമ്മൾ അവിടുന്ന് വരാൻ പാടില്ലായിരുന്നു. നമ്മൾ അവിടെ തന്നെ ഇരിക്കായിരുന്നെങ്കിലേ അവരിന്നേരം നമ്മുടെ കഥ തീർത്തേനെ. എല്ലാം നീ മൂലമാ വന്നത്. ഈ റാസ്കൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ പറയുന്നത് കേക്ക്. ദേ, വണ്ടി വരുന്നു. എന്നെ വിട്. ഇത് അവരുടെ വണ്ടിയാ. വാ വാ വാ. വേഗം വേഗം. എന്നൊന്നും ചെയ്യില്ല. എന്നെ വിട്. പ്ലീസ് എന്നെ വിട്. വേദ ആ വണ്ടിയിലുണ്ട്. അതേടാ, ഇപ്പൊ എന്താ ചെയ്യാ? ലെറ്റ്സ് ഫോളോ ദി കാർ. കം ഫാസ്റ്റ്. എന്നെ വിട്. എന്തായാലും ശരി, ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് ഇവിടെ ഓപ്പറേഷൻ ചെയ്യേ. വലിച്ചോട്ട് പോവേ. നടക്കാനാ പറഞ്ഞത്. ബോസ് ബോസ്, വീട്ടിൽ കൊണ്ടുപോയ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ എത്തും. വാ സാർ, നമുക്ക് പോവാം. അവരൊന്നും വരില്ല. അവര് പോലീസിനെ വിളിച്ചേ വരും. നീ എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോയി ഓപ്പറേഷൻ ചെയ്യ്. ബോസ്, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ബോസേ. ജീവിതത്തിന് അപകടമായിരിക്കും ബോസേ. അവക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? ഇനി എന്താടാ വായി നോക്കി നിൽക്കുന്നത്? പോയി ഓപ്പറേഷൻ ചെയ്യ്. ഓടാ കൊരങ്ങേ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. ഞാൻ വിളിക്കുന്നവരാരും പുറത്തു വരാൻ പാടില്ല. ബബ്ലു, വാടാ. ഓക്കേ. ഏയ്, വരൂ അവര്. തീർച്ചയായിട്ടും വരും. വന്നേ തീരൂ.
ഇത് പവർഫുൾ അനസ്തേഷ്യയാണ്. അവളുടെ കൈ മുറുകെ പിടിച്ചോ, വിടരുത്. ബബ്ലു, ആദ്യം അവനെ പിടിക്കേ. വേഗം. പിടിക്കണം അവിടെ. വേഗം പോടാ. എന്റെ അമ്മ. എടോ എടോ എടോ, നീ എന്നെ കുറിച്ച് എന്ത് കരുതിയടാ? കുട്ടികൾ, കൊച്ചു കുട്ടികളാടാ ഇവര്. ഇവരെ പിടിക്കാനാണ് ഇത്ര ബുദ്ധിമുട്ട്. എടേ, 3 പേരെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു. ഒരുത്തി ഇവിടെയുണ്ട്, ബാക്കി 2 ബോസ്, ഇവർക്കൊപ്പം ഹോം സ്റ്റേയിൽ കെട്ടിയിട്ടതായിരുന്നു. പക്ഷെ രക്ഷപ്പെട്ടു പോയി ബോസ്. അവിടെ ഒന്നും ചെയ്യരുത്, അവിടെ ഒന്നും ചെയ്യരുത്. ഇവള് നിന്റെ പെണ്ണാണോ? ഡോണ്ട് വറി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയോ, ഇത് 70ാമത്തെ പെണ്ണാ. എടേ, ഹലോ, എഴുന്നേക്കടി. രക്ഷപ്പെടാവുന്ന കരുതിയല്ലേ? അവിടെ അടിച്ചാൽ ഇവിടെ വേദനിക്കുന്നു അല്ലേ? കൊന്നുകളയും ഞാൻ, ഓരോന്നിനെയും കൊന്നുകളയും ഞാൻ. ഇങ്ങോട്ട് അടക്കി നിക്കടിയുടെ, വേഗം പറയടി. എവിടെ അവരുടെ 2 പേരുടെ പേരെന്താണ്? എന്താടി മിണ്ടാട്ടി നിൽക്കണോ? പറയടി. വായി തുറക്കരുത്. നീ പറയും, നിന്റെ ഫ്രണ്ട്സിന്റെ പേരെന്താണ്? ഇഞ്ചറ, ബബ്ലി. എടി, വിളിക്കടി അവരെ, ഉറക്ക ശബ്ദത്തിൽ വിളിക്കടി അവരെ. നിങ്ങൾ 2 പേര് ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവള് വിളിക്കുമ്പോ നിങ്ങൾ ഇവിടെ തന്നെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിനെ എല്ലാത്തിനും കൊന്നുകളയും. ഞങ്ങൾ ചത്താലും സാരമില്ല, നിങ്ങൾ ആരും. എല്ലാവരും പെണ്ണുങ്ങൾക്ക് വേണ്ടി മരിക്കാൻ കാൽ നിൽക്കുകയാണ് ഇവിടെ. എടി, നിന്റെ പേരെന്താടി? ചോദിച്ചത് കേട്ടില്ലേ? ഏതാ? ഇഞ്ചറ, ബബ്ലേ. നിങ്ങളുടെ ലവേഴ്സ് എല്ലാം മരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് വേദയെ കൊന്നുകളയും. അവളെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം പ്ലീസ്. ഞാൻ മഹാവൃത്തികെട്ടവനും കൊള്ളക്കാരനുമാണെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ? എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മഹാവൃത്തികെട്ടവനായി മാറേണ്ടി വരും. എനിക്ക് നിങ്ങളുടെ ഗർഭപാത്രമാണ് ആവശ്യം. എനിക്ക് നിങ്ങളുടെ കിഡ്നിയും വേണം. നിങ്ങളായിട്ടത് ദാനം ചെയ്യുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അവരെല്ലാവരെയും കൊന്നുകളയും. മനസ്സിലായോ? യെസ്. വേണ്ട, സമ്മതിക്കരുത്. ഞങ്ങൾ സമ്മതിക്കുന്നു.
ധൃതി വെക്കല്ലേ? ഞങ്ങൾക്ക് അവരുടെ ജീവനാ വലുത്. ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പറഞ്ഞത് കേട്ടോ? ഇവര് കൊടുക്കരുതെന്ന് പറയുന്നു, അവര് കൊടുക്കാന്ന് പറയുന്നു. ഹേയ് ഡോക്ടർ, യെസ് മാസ്, ഇത് ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തന്നെ എടുക്കണം. ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആക്കിക്കോ. എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഡംകി ഡമർ പ്രോജക്റ്റോ? എന്താ ഇത്? ആ വീഡിയോ മെസ്സേജ് ഓൺ ചെയ്യേ. അലക്സ്, എന്താ സംഭവിച്ചത്? 3 പെണ്ണുങ്ങളുടെ ബ്ലഡ് സാമ്പിൾ ചോദിച്ചിരുന്നല്ലോ. എന്താണ് ഇത്ര താമസം ഇതിന്? നിങ്ങൾ എന്തിനാ ഇത്ര ഡിലേ ചെയ്യുന്നത്? കംപ്ലീറ്റ് നിന്റെ കൺട്രോളിലുള്ള ഹോം സ്റ്റേയിലുള്ള പെണ്ണുങ്ങളെ നിന്നെ കൊണ്ട് ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ ജെ? ഒരു യൂട്രസ് ഇല്ലീഗലായിട്ട് ബിസിനസ് ചെയ്യുന്നത് എത്ര കഷ്ടമാണെന്ന് നിനക്ക് അറിയോ ജെ? യൂട്രസ്? കൂൾ വിജയ്, കൂൾ. My foot. Uterus? What rubbish is going on? ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ നീ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുന്നു. വിജയ്, are you mad? ഏയ്, ഇവളുടെ യൂട്രസ് എടുത്തേക്ക്. എനിക്ക് എപ്പോഴും ഒന്നും വേസ്റ്റ് ആവാൻ പാടില്ല. അലക്സിനാണ് ഞാനിപ്പോൾ വീഡിയോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ജെ, നീ സംസാരിക്കുന്ന ഒട്ടും ശരിയല്ല. നീ ഇതുപോലെ ഡിലേ ചെയ്യുകയാണെങ്കിൽ വേൾഡ് വൈഡിലുള്ള നമ്മുടെ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരുവാണ്. സ്റ്റോപ്പ് ഇറ്റ് വിജയ്. ആ സ്ഥലത്ത് വെച്ച് നമ്മുടെ ആൾക്കാർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷത്രിയെയും എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അലക്സ്, 24 മണിക്കൂറിനുള്ളിൽ എനിക്ക് ബ്ലഡ് സാമ്പിൾസ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ലൈഫ് ഉണ്ടല്ലോ നീ എന്തായിരിക്കും. കണ്ടില്ലേ എന്തൊക്കെയാ നടക്കുന്നെന്ന്? അതേടാ മച്ചാനെ. ഇനി ഇവിടെ നിൽക്കണ്ട. ഈ ഉമ്മാർ എഴുന്നേക്കുന്നതിന് മുമ്പേ നമ്മൾ രക്ഷപ്പെടണം. വേഗം വന്നേ. എടി ബബ്ലി, ദേ അവരുടെ കാറ് കിടപ്പുണ്ട്. നമുക്ക് ആ കാറും എടുത്ത് പോവാം. പോ. ആദ്യം ഈ ക്രൈമിനെ കുറിച്ച് പോലീസിൽ ഇൻഫോം ചെയ്യാം. സോറി മച്ചാനെ, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അത് സാരമില്ലടാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എന്നോടും സോറി കേട്ടോ. എന്നാ പിടിച്ചോ. എനിക്ക് എല്ലാം അറിയാം. വണ്ടി കയറ്. ഒരു ലവേഴ്സ് ഒന്നിക്കാൻ എന്തൊക്കെ പെടാ പാടുകളാ. പാർട്ടി എന്ന് പറഞ്ഞ നീ വീട്ടിലോട്ടങ്ങാൻ വാ. ഡോണ്ട് വറി ബബ്ലു, എന്റെ ലവ് സക്സസ്ഫുൾ പാർട്ടി ഈ വീക്കെൻഡിൽ വെക്കാം. വീണ്ടും വീക്കെൻഡ് പാർട്ടിയോ? ഈ പടം നിങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ വീക്കെൻഡ് പാർട്ടി ആഘോഷിക്കാൻ പോകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പാർട്ടിക്ക് പോകുമ്പോ വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ.